ഓഗസ്റ്റ് 12 രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് 11 രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇവിടെ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൽ നിന്ന് ഓഗസ്റ്റ് 12 രാവിലെ 11 മണി വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുന്നു. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിവരങ്ങളും വിവാദങ്ങളും ഓരോ ദിവസവും പുതിയ വഴിത്തിരിവുകളിലേക്ക് നീങ്ങുകയാണ്. വേദലക്ഷ്മിയും പണം നൽകിയ അബിൽ ദേവും റോബിനെതിരെ തെളിവുകളുമായിട്ട് രംഗത്തെത്തിയപ്പോൾ ഇതിലേക്ക് റോബിൻ്റെ ഭാര്യ ആരതി പൊടിയുടെ പേരും വലിച്ചിഴക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തൻ്റെ സുഹൃത്തായ അബിൽ ദേവിൽ നിന്നും റോബിൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പറ്റിച്ചു എന്നാരോപിച്ച് വേദലക്ഷ്മി രംഗത്തിറങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്ന് ഇരുവരും ഓഗസ്റ്റ് 12 എറണാകുളം പ്രസ് ക്ലബ്ബിൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ റോബിൻ പ്രസ് ക്ലബ്ബിൽ നേരിട്ടെത്തിയതോടെ അബിൽ ദേവും വേദലക്ഷ്മിയും വേദി മാറ്റി മറ്റൊരു സ്ഥലത്ത് വെച്ച് തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. പ്രസ് മീറ്റിൽ അബിൽ ദേവ് പുറത്തുവിട്ട വീഡിയോകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. അടിയന്തര ആവശ്യത്തിനായിട്ട് 4 ലക്ഷം രൂപ വാങ്ങി തൊട്ടടുത്ത ദിവസം 4,25,000 രൂപയായിട്ട് തിരികെ നൽകാമെന്ന് റോബിൻ പറയുന്ന വീഡിയോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നീട് പല ഘട്ടങ്ങളിലായി പണം തിരികെ നൽകുവാനുള്ള തീയതികൾ നീട്ടി ചോദിക്കുന്നതും തുക 36 ലക്ഷത്തിൽ നിന്നും ഒടുവിൽ 48 ലക്ഷം രൂപയിലേക്ക് എത്തുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെയാണ്, രേഖകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഇന്ന് 18/12/2025 ഞായറാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്ന വൈകുന്നേരം. അപ്പം എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ അഭിപ്രോവിന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ്. നാളെ, അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,25,000 രൂപയായിട്ട് ഞാനിത് തിരിച്ച് കൊടുത്തിരിക്കും അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,25,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ ഈ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോവിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,000 രൂപ അബിൽ ബ്രോവിന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്നാൽ താൻ പണം മുഴുവനും തിരികെ നൽകിയെന്നും അങ്ങോട്ട് പണം ലഭിക്കാനുണ്ടെന്നുമാണ് റോബിൻ സ്വന്തം വീഡിയോകളിലൂടെ വാദിക്കുന്നത്. സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജനുവരി 31, 2026 അതൊരു നമ്മൾ അക്കൗണ്ട് ത്രൂ ബൈ ഹാൻഡ് ആയിട്ട് ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാണ്. അപ്പൊ അതിലൊരു ഒരു സെറ്റിൽമെന്റ് ഡീൽസ് കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ വിഷയത്തിൽ ആരതി പൊടിയുടെ പേര് പരാമർശിക്കപ്പെട്ടതോടെയാണ് പുതിയ തർക്കങ്ങൾക്ക് കാരണം. തനിക്ക് റോബിൻ്റെയും അബിൽ ദേവിൻ്റെയും പണമിടപാടുകളിൽ യാതൊരു പങ്കുമില്ലെന്നും തൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരതി ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കി. 2026 അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അബിൽ ബ്രോവിന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ടും അക്കൗണ്ട് വഴിയും ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപ. ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5, 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം
നമ്മളിപ്പോൾ സംസാരിച്ച് ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ ഇത് 20-ാം തീയതി എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന ഉറപ്പിനുള്ളത് പറയാനുള്ളത്. 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളുമില്ല. ഇത് തീരാണ്. അത് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട്. എന്നാൽ അബിൽ ദേവുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ആരതി പൊടിയുടെ വ്യക്തിഗത ബുട്ടീക്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതിന്റെ ചാറ്റുകൾ റോബിൻ തന്നെ പുറത്തു വിട്ടത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോട് കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു. സുഹൃത്തുക്കൾ തമ്മിലുള്ള കടമിടപാടുകളാണോ അതോ വലിയ പലിശ ഇടപാടുകളാണോ ഈ തർക്കത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് രണ്ടു പക്ഷത്തും വ്യത്യസ്ത വാദങ്ങളാണ് ഉള്ളത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11-ാം തീയതി ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടല് മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,50,000 നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 rupees ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ്? പലരും നിങ്ങൾ ഈ ഒരു വിവാദത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും. സോഷ്യൽ മീഡിയയിലെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പായിട്ട് വിവാദമാകട്ടെ അങ്ങ് ആളിക്കത്തുകയാണ്. ഹണി ട്രാപ്പിൽ എത്തിയ വ്യക്തി ഈ അവസാനം 6 ലക്ഷം എന്ന് പറയുന്ന അവസാനം മേടിച്ച 6 ലക്ഷം അത് ആദ്യം ഞാൻ തരാം. ഈ 1-ാം തീയതി എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് ഞങ്ങൾ സംസാരിച്ചു. ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെയാണ്, ലൊക്കേഷൻ നോക്കിയാൽ മതി. ആ സമയത്ത് പൊടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ എനിക്ക് സത്യം പറഞ്ഞ പൊടീനെ ഇതിലേക്ക് വലിച്ചടിക്കണം ഒട്ടും താല്പര്യമില്ല. പൊടിയുടെ കോൺവെർസേഷൻ, പൊടി പറഞ്ഞു ചേട്ടൻ കൂടെ ഞാനുണ്ട്, ചേട്ടൻ പേടിക്കണ്ട, ഗോകുലൻ ചേട്ടൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും. കാണുന്ന സമയത്ത് അബിൽ ദേവ് കുറച്ച് അലിഗേഷൻസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടു, ഹണി ട്രാപ്പിനെ പറ്റിയൊക്കെ. സോ ആവശ്യമില്ലാതെ എന്റെ വൈഫിനെ അതിൽ ഡ്രാഗ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനൊരു ചാറ്റ് കാണിക്കാം. സോ ഈ ഒരു ചാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റാണ്. സോ എനിക്ക് വേണ്ടി ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് അബിൽ ദേവ് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ ബൊട്ടീക്കിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പുള്ളിക്കാൻ അയച്ചു കൊടുക്കുന്നു. അത് പോരാ, എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് പുള്ളിക്കാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അബിൽ ദേവിന് അയച്ചു കൊടുക്കുന്ന ചാറ്റാണ് ഈ കാണുന്നത്. അപ്പൊ അതിലേക്കാണ് പുള്ളിക്കാരൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. എന്റെ വൈഫ് അത് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് വേണമെങ്കിൽ നിങ്ങൾ. ബിഗ് ബോസ് താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. പുള്ളിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് അബിൽ ദേവും വേദലക്ഷ്മിയും രംഗത്തെത്തിയിരിക്കുന്നത്. ലക്ഷങ്ങളുടെ ബാധ്യത, തീയതികൾ മാറ്റിപ്പറഞ്ഞ് ഒപ്പിട്ട് നൽകിയ സമ്മതപത്രങ്ങൾ, ഒടുവിൽ റോബിൻ്റെ ഭാര്യ ആരതി പൊടിയുടെ ഇടപെടൽ വരെ എത്തി നിൽക്കുന്ന സംഭവ ബഹുലമായിട്ടുള്ള കഥയാണ്. തെളിവുകൾ നിരത്തി ഇരുപക്ഷവും നടത്തുന്ന പ്രതിവാദങ്ങളുടെ പൂർണ്ണ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ സുഹൃത്തായ അബിൽ ദേവിൽ നിന്ന് റോബിൻ വൻ തുക കടം വാങ്ങി പറ്റിച്ചുവെന്ന് വേദലക്ഷ്മി ആരോപിച്ചതോടെയാണ് വിഷയം പൊതു ശ്രദ്ധയിൽ എത്തുന്നത്. അപ്പോൾ തുടർന്ന് ഓഗസ്റ്റ് 12 എറണാകുളം പ്രസ് ക്ലബിൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ വാർത്തയറിഞ്ഞ റോബിൻ രാവിലെ അവിടെ തന്നെ രേഖകളുടെ വലിയ കെട്ടുകളുമായിട്ട് നേരിട്ടെത്തിയപ്പോൾ തനിക്കെതിരെയുള്ള പ്രസ് മീറ്റ് തടസ്സപ്പെടുത്താനാണ് റോബിൻ എത്തിയതെന്ന് മുൻകൂട്ടി കണ്ട് അബിൽ ദേവും വേദലക്ഷ്മിയും തന്ത്രപരമായിട്ട് വേദി മറ്റൊരു സ്ഥലത്ത് വെച്ച് മാറ്റുകയും തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പുറത്തുവിടുകയുമാണ് ഉണ്ടായത്. അപ്പോൾ
ഈ 2025 ഡിസംബർ 18 അടിയന്തര ആവശ്യത്തിന് 4 ലക്ഷം രൂപ വാങ്ങി തൊട്ടടുത്ത ദിവസം ഡിസംബർ 19 4,25,000 രൂപയായിട്ട് തിരികെ നൽകും എന്ന് റോബിൻ പറഞ്ഞ് ആ വീഡിയോയിൽ സമ്മതിക്കുന്ന കാര്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഒറ്റ ദിവസത്തേക്ക് 25,000 രൂപ അധികം നൽകുന്നത് വട്ടപ്പലിശ ഇടപാടാണെന്ന വിമർശനവും ഇവിടെ ഉയരുന്നുണ്ട്. 2025 ഡിസംബർ 30 തുക കൊടുക്കുവാൻ സാധിക്കാതെ വന്നതോടെ ആകെ ബാധ്യത 36,75,000 രൂപ വരെയാണ് എന്ന് കാണിച്ച് 2026 ജനുവരി 31 വരെ റോബിൻ സമയം നീട്ടി ചോദിക്കുന്നുണ്ട്. 2026 ഏപ്രിൽ 28 പണം നൽകാനാവാതെ ബാധ്യത വീണ്ടും ഉയർന്ന് 48 ലക്ഷം രൂപയിലെത്തുന്നു. മെയ് മാസത്തിൽ 5 ലക്ഷവും ബാക്കി 40 ലക്ഷം പിന്നീടും നൽകാമെന്നും കരാറുണ്ടാക്കുന്നു. 2026 മെയ് 18 5 ലക്ഷം നൽകിയെന്നും ബാക്കി തുക ജൂൺ 15 ഘട്ടങ്ങളായിട്ട് കൊടുത്തു തീർക്കുമെന്നും അടുത്ത ഇതിൽ വീഡിയോയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തെളിവുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ റോബിൻ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കണക്കുമായിട്ട് രംഗത്തെത്തി. താൻ ആകെ വാങ്ങിയത് 42,53,500 രൂപയാണെന്ന് തൻ്റെ അക്കൗണ്ടിൽ നിന്നും തിരികെ 43,22,500 രൂപ തന്നെ നൽകിയിട്ടുണ്ടെന്നുമൊക്കെ റോബിൻ വാദിക്കുന്നുണ്ട്. അതായത് തനിക്ക് അങ്ങോട്ട് 69,000 രൂപ ലഭിക്കാനുണ്ടെന്നാണ് റോബിൻ്റെ അവകാശവാദം. എന്നാൽ മുൻപ് നൽകിയ വീഡിയോകളിലെ സമ്മതങ്ങളും ബാധ്യതകളും ഇതോടെ പരസ്പര വിരുദ്ധമായിട്ടാണ് മാറുന്നത്. അഖിൽ ദേവിനെ റോബിന് പരിചയപ്പെടുത്തിയത് ആരതി പൊടിയാണെന്ന ആരോപണത്തിലൂടെയാണ് ആരതിയുടെ പേര് ഇതിലേക്ക് വരുന്നത്. തർക്കങ്ങൾ മുറുകിയപ്പോൾ തനിക്ക് ഈ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കുമില്ലെന്നും പേര് വലിച്ചിഴച്ചാൽ മാനനഷ്ട കേസ് കൊടുക്കുമെന്നുമൊക്കെ ആരതി ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുന്നുണ്ട്. എന്നാൽ അഖിൽ ദേവിൽ നിന്ന് വാങ്ങിയ പണം ആരതിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ബുട്ടീക്ക് അക്കൗണ്ടിലേക്കുമാണ് വന്നതെന്ന് വ്യക്തമാക്കുന്ന ബാങ്ക് വിവരങ്ങളും ചാറ്റുകളും റോബിൻ പുറത്തുവിട്ടത് ആരതിയുടെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിട്ട് മാറ്റി. അപ്പോൾ ഈ വിഷയത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരുപക്ഷത്തും തെറ്റുകളുണ്ടെന്നും വ്യക്തമാണ്. ഒരു വശത്ത് സോഷ്യൽ മീഡിയയിൽ ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തികൾ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങുകയും കൃത്യമായിട്ടുള്ള തീയതികളിൽ അത് തിരികെ നൽകാതെ മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ പുതിയ കണക്കുകൾ പറഞ്ഞ് കൈകഴുകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണത കാണാം. ഒപ്പം അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകൾ മറച്ചുവെച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങളും വ്യക്തമാണ്. മറുവശത്ത് സുഹൃത്തിനെ സഹായിക്കുക എന്നതിലുപരി ദിവസങ്ങൾക്കുള്ളിൽ വലിയ തുക അധികം വാഗ്ദാനം ചെയ്യുന്നത് കണ്ട് ഉയർന്ന പലിശ മോഹിച്ചാണ് പണം നൽകിയതെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള പണമിടപാടിൻ്റെ പരിധിയിലാണ് വരുന്നത്. ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ സുതാര്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കരാറുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഇത്തരം വലിയ ചതികളിലേക്കും പരസ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്കുമാണ് വഴി തുറക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയും സ്വാധീനവും കണ്ട് സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ സംഭവം. നിയമപരമായിട്ടുള്ള ബാധ്യതകൾ ആരാണ് യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടത് എന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള അഭിപ്രായം മറക്കാതെ പങ്കുവയ്ക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും കൂടെ കൊടുക്കുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം അടുത്ത ഇതുപോലെയുള്ള ഒരു പ്രസക്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.